സോ മക്കളെ നമുക്ക് ഒരൊറ്റ മിനിറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കിയാലോ. മക്കളെ നമ്മുടെ മണി ആൻഡ് എക്കോണമി എന്ന് പറയുന്ന പണവും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ കാണിച്ചു തന്നിട്ടില്ല പണത്തിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്ന ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്നത്. 4 മാർക്കിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതിൽ ഫസ്റ്റ് ആണ് മക്കളെ ഒരു പണം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലെ പൈസയാണല്ലോ. അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഒന്നാമത്താണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, വിനിമയ ഉപാധി. എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ പൈസ കൊടുത്തിട്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ പറ്റും. അത് തന്നെയാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം, വിനിമയ ഉപാധിയാണ്. രണ്ടാമത്തെ മെഷർ ഓഫ് വാല്യൂ, മൂല്യം അളക്കുന്നതിനുള്ള ഉപാധിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു വസ്തു കണ്ടിട്ട് നമുക്ക് പറയാം അത് 50 രൂപയുടെ വസ്തുവാണ്, അത് 100 രൂപയുടെ വസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കൃത്യമായിട്ട് ഓരോ വസ്തുവിനും മൂല്യം മെഷർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും എന്നുള്ളതാണ്. അടുത്താണ് സ്റ്റോർ ഓഫ് വാല്യൂ, മൂലശേഖരണ ഉപാധി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കത് എടുത്തു വെക്കാം. എൻ്റെ കയ്യിൽ എന്ത് ചെയ്യാം, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ശേഖരിച്ചു വെക്കാം, എനിക്ക് എടുത്തു വെക്കാം. അതിന് എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്, അത് കൃത്യമായിട്ട് എനിക്ക് എടുത്തു വെക്കാൻ പറ്റും, കേട് വന്നു പോകില്ല. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്താണ് മീൻസ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്, അഥവാ ഭാവിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധി. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്തിരുന്നു, സ്വർണം വാങ്ങിയിരുന്നു വിചാരിക്കാം. പിന്നീട് ഞാൻ അയാൾക്ക് സ്വർണ്ണമല്ല കൊടുക്കേണ്ടത്, പകരം എന്താണ് 1 ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഭാവിയിൽ കൊടുക്കൽ വാങ്ങലുകൾക്ക് കൃത്യമായിട്ട് പറയാം അയാൾ എനിക്ക് 1 ലക്ഷം രൂപ തരാനുണ്ട്, എനിക്ക് 1.5 ലക്ഷം രൂപ തരാനുണ്ട് എന്ന് ഡീറ്റെയിൽ ചെയ്തിട്ട് പറയാൻ പറ്റും. സോ ഇവയാണ് പണത്തിന്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് വരും ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. സോ ലൈവുകൾ ആരും തന്നെ മിസ്സാക്കരുത്.